ഗോൾഡൊക്കെ ഉണ്ടായിരുന്നത് ഊരി വെച്ചിട്ടുണ്ട്. മതിൽ ആടേണ്ടി വന്നു. മതിൽ ആടി കൈയൊക്കെ ഒരഞ്ഞു മാറിയിട്ടാണ്. 4 മാറി കഴിഞ്ഞിട്ട് ഇടി കിട്ടുമെന്നുള്ള പേടി. ഇന്നലെ ഞങ്ങൾ ഒരു ഹോം ടൂർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ ഒളിച്ചോടി കല്യാണം കഴിച്ചവരാണ് എന്നിങ്ങനെ. അപ്പോൾ അതിൽ കുറച്ച് കമൻറ്റ്, ഒരു 7-8 കമൻറ്റുകൾ വന്നു. അതിലൊരു കമൻറ്റ് വന്നിട്ട് നന്നായി പോയെന്നും, പിന്നെ ഒരു കമൻറ്റ് വന്നിട്ട് അപ്പൻ്റെയും അമ്മയുടെയും ശാപം കിട്ടിക്കഴിഞ്ഞാൽ ഗതി പിടിക്കാൻ കുറച്ച് പാടാണെന്നുള്ളത് ഒരു കമൻ്റ് ആയിരുന്നു. ഇതിൽ വലിയ നെഗറ്റീവ് ഒന്നുമില്ല. പക്ഷേ ഇത് കേട്ടപ്പോൾ തോന്നി നമ്മുടെ ലവ് സ്റ്റോറിയും കൂടെ അങ്ങ് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് തോന്നുന്നതാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ നമ്മളെങ്ങനെ ഒരുമിച്ചെന്നുള്ളതും എങ്ങനെ ഇതുവരെ എത്തി എന്നുള്ളതൊക്കെ ഇന്നൊരു വീഡിയോ ആയിട്ട് ചെയ്യാൻ പറയും. അപ്പോൾ പറഞ്ഞോ, സ്റ്റാർട്ട്. ഞാനൊരു +2 പഠിക്കുന്ന സമയത്തായിരുന്നു. ആളെൻ്റെ ബന്ധുവാണ്. അപ്പോൾ ബന്ധുവായതുകൊണ്ട് മുന്നേ അറിയാം, സംസാരിക്കുകയും എടുക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ആളുടെ സഹോദരിയുടെ വീട്ടിലാണ് നിന്നത്. നമ്മൾ റിലേറ്റീവാണ്. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടുപ്പുറത്ത് തന്നെയാണ് ആളുടെ സഹോദരിയുടെ വീട്. ഫ്രണ്ടിൽ നമ്മൾ വന്നിട്ട് കീരിയും പാമ്പുമാണ്. എപ്പോൾ കണ്ടാലും ഫൈറ്റാണ്. നമ്മൾ പിണങ്ങിയിരിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മൾ, അതായത് അടിയിൽ കൂടെ സ്നേഹത്തിലായിരുന്നു നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇതിപ്പോൾ വീട്ടുകാർ കേൾക്കുമ്പോൾ ഇനി എന്ത് വിചാരിക്കുന്ന അറിയത്തില്ല. ആ സമയത്ത് വലിയ ഇതൊന്നുമില്ല, എന്തൊക്കെയോ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇഷ്ടമാണെന്നൊന്ന് പരസ്പരം അങ്ങനെ തുറന്നു പറയുക അങ്ങനെയൊന്നുമില്ലായിരുന്നു. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആൾ ഗൾഫിൽ പോണത്. ഗൾഫിൽ പോയതിന് ശേഷം ഇങ്ങനെ മെസ്സേജൊക്കെ അയക്കും. മെസ്സേജ് അയക്കണത് വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഏതാണെന്നൊക്കെ ചോദിച്ച് മെസ്സേജൊക്കെ അയക്കുന്നത്. അന്നും ഒന്നും കൺഫേം അല്ലായിരുന്നു. എടുത്തു പറയുന്ന രീതിയിൽ വേറെ ഒന്നുമില്ലായിരുന്നു. പിന്നെ കുറച്ച് മെസ്സേജ് അയപ്പിന് നീളം കൂടി പോയി. പിന്നെ അത് കോളിലോട്ട് പോയി. പിന്നെ അതങ്ങനെ നീണ്ട് ലവ് സ്റ്റേജിലോട്ടെത്തി. ഇതാണ് നമുക്കറിയാന്നുള്ള ലവ് സ്റ്റോറി ആയിട്ട് തോന്നുന്നത്. പിന്നെ സ്വന്തമായിട്ട് ഫോണായ സമയത്ത് തന്നെ എപ്പോൾ വേണോ മെസ്സേജ് അയക്കും, രാത്രിയൊക്കെ മെസ്സേജ് അയക്കും, അതൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ആളിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിക്കുന്നു. ഫോണിലെ ചാറ്റും കാര്യങ്ങളൊക്കെ വീട്ടിൽ പിടിച്ചു, വഴക്കൊക്കെ പറഞ്ഞു. പിന്നെ സത്യമൊക്കെ എടുപ്പിച്ചു. ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുത്, അത് പ്രശ്നമാണ് വീട്ടിൽ. അതായത് 2 കുടുംബത്തും പ്രശ്നമാണ്. അപ്പോൾ അത് നീ എല്ലാം നിർത്തണമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ വാക്ക് കൊടുത്തിട്ട് വീണ്ടും അടിയിൽ കൂടെ തന്നെ റിലേഷൻ കണ്ടിന്യൂ ചെയ്തു. അടിയിൽ കൂടെ തന്നെ വീണ്ടും റിലേഷൻ കണ്ടിന്യൂ ചെയ്തു. നമുക്ക് ആ ഒരു സമയത്തൊക്കെ പറ്റാതായിപ്പോവും. വിളിച്ചേ പറ്റൂ, കാണാതിരിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ. പിന്നെ പയ്യെ നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് പോവാമെന്ന് തീരുമാനിച്ചു നമുക്ക്. കാരണം നമ്മളെ വീട്ടിലെ റിലേഷന് അംഗീകരിക്കൂല, അവരൊരിക്കലും അംഗീകരിക്കില്ല. മാത്രമല്ല നല്ല പ്രശ്നങ്ങൾ നടക്കും, വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നം നടക്കും. പിന്നെ എന്ത് വന്നാലും ഒരുമിച്ച് മുന്നോട്ട് പോവാം എന്നുള്ളൊരു തീരുമാനം എടുത്തോണ്ട് അങ്ങനെ പോവാന്ന് പറഞ്ഞ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കാണ് വേറൊരു കാര്യം വന്നിട്ട്. ഇവളെ വീട്ടിൽ ഞാൻ ഗൾഫിലാണ്. ഞാൻ നാട്ടിൽ വരുന്നതായിട്ട് എൻ്റെ വീട്ടുകാർക്കോ ഇവളെ വീട്ടുകാർക്കോ ഒരു അറിവുമില്ല. അപ്പോൾ ഇവളെ ഒരു ദിവസം രാവിലെ തന്നെ ഇവള് വീട്ടിൽ നിന്ന് കോളേജിൽ പോകാനായിട്ട് ഇറങ്ങുന്നു. അപ്പോൾ ഗൾഫിൽ നിന്ന് ആൾ അന്ന് വെളുപ്പിന് വരെയാണ്. അപ്പോൾ ഇതേപോലെ ഞാൻ കോളേജിൽ പോകണമെന്നും പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. കോളേജിൽ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങിയപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഉമ്മക്ക് ഡൗട്ട് അടിച്ച് ഉമ്മ വിളി തുടങ്ങി. ഞാൻ കോളേജിൽ പോകണമെന്ന് പറഞ്ഞെങ്കിൽ ആർട്സ് ആണെന്ന് പറഞ്ഞ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കയ്യിലെടുത്തോട്ടെ. അപ്പോൾ ഇത്രയും പൂട്ടിയെ പോണതും പിന്നെ ഞാൻ ഗോൾഡൊക്കെ ഉണ്ടായിരുന്നത് ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ അലമാര തുറന്നപ്പോൾ കണ്ടതൊക്കെ ആയിരിക്കും ഡൗട്ട് അടിച്ചു. അപ്പോഴേ വിളി തുടങ്ങി. അപ്പോഴേ എനിക്ക് ടെൻഷനായി. ഇന്നേ വരെ ഓട്ടോയിൽ ഒറ്റയ്ക്ക് കയറാത്ത ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോയിൽ കയറി ശ്രീകാര്യത്ത് പോയി ഇറങ്ങി വെയിറ്റ് ചെയ്ത് നിന്നു. അപ്പോഴത്തേക്കും ആളവിടെ എത്താമെന്ന് പറഞ്ഞു. അങ്ങനെ ആളെയും വെയിറ്റ് ചെയ്ത് ഞാൻ അവിടെ നിൽക്കുകയാണ്. ഇനിയൊക്കെ പറ. ഞാൻ വെളുപ്പിന് 2 മണിക്ക് തന്നെ ട്രിവാൻഡ്രം എയർപോർട്ടിൽ എത്തിയായിരുന്നു. അവിടെ കൂട്ടുകാർ കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നേരെ ഇവളെ വീട്ടിൻ്റെ അവിടെ പോയി. ഫസ്റ്റ് ഇവളെ വീട്ടിൻ്റെ അവിടെ പോയിട്ട് ഇവളെ ഒന്ന് കാണാൻ പറ്റുമെങ്കിൽ കാണാമെന്ന് വിചാരിച്ച് പോയതാണ്. അപ്പോൾ ഈ വീട്ടിൻ്റെ സൈഡിൽ ഒരു ഒഴിഞ്ഞു കിടന്ന പെരേടം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പെരേടം വഴി ഇവളെ ജനലിൽ പോയി കൊട്ടാം എന്നുള്ള രീതിക്ക് ഞാൻ ഈ പെരേടത്തിലോട്ട് കയറി കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ അടുത്തുള്ള വീട്ടുകാർ ആരും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഈ പെരേടത്തിൽ കയറിയും പോയി എന്നെ ആക്കിയ വണ്ടി ഫ്രണ്ടിലോട്ട് പോയതുകൊണ്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ പെരേടത്തിൻ്റെ അകത്ത്. അപ്പോൾ നോക്കിയപ്പോൾ ഒരു പൂച്ച തന്ന പണിയുണ്ട്. പൂച്ച ഇങ്ങനെ പതുങ്ങി വരുന്നു. അതെന്തിനോ കണ്ടിട്ട് അതിനെ പിടിക്കാനായിട്ട് പൂച്ചയുടെ ഒരു ആക്ഷൻ ഉണ്ടല്ലോ, ആ ആക്ഷനിൽ ഇങ്ങനെ ഞാൻ അവിടെ കിടക്കുന്ന ലൈറ്റ് വെട്ടത്തിൽ കാണുന്നതാണ്. ആ ആക്ഷനിൽ ഇങ്ങനെ വരുന്നു, പതുക്കെ വരുന്നു. എന്തിനെയോ ഒന്ന് പിടിക്കാനായിട്ടായിരുന്നു പൂച്ച വന്നുകൊണ്ടിരുന്നത്.
അപ്പോൾ പൂച്ച വന്നിട്ട് ഈ ഒഴിഞ്ഞു കിടക്കുന്ന പെരയിടത്തിൻ്റെ റോഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ പതുക്കെ പതുക്കെ വരെയാണ്. അപ്പോൾ ഇതും ഇങ്ങനെ ഞാൻ നോക്കി ഇരിക്കുകയാണ്. എൻ്റെ വണ്ടി വരണമല്ലോ, വണ്ടി വന്നാലേ എനിക്ക് അവിടെ നിന്ന് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഈ പൂച്ച ഇങ്ങനെ പതുങ്ങി പതുങ്ങി വന്ന് നോക്കിയാൽ പെട്ടെന്ന് ഒരു കൂട്ടം പട്ടികൾ ഈ പൂച്ചയെ അങ്ങ് ഓട്ടിച്ച് ഈ പെരയിടത്തിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ഇതെല്ലാം കൂടെ കയറി. എനിക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പുറത്തെ വീട്ടുകാർ ഉറങ്ങിയിട്ടുമില്ല. പക്ഷേ എനിക്ക് അപ്പുറത്തോട്ട് തന്നെ മതിൽ ചാടേണ്ടി വന്നു. മതിൽ ചാടി കൈയൊക്കെ ഉരഞ്ഞു വാരിയിട്ടാണ് നേരെ എൻ്റെ വണ്ടി വന്ന് ഞാൻ എങ്ങനെയെങ്കിലും കയറിപ്പോയത്. അല്ലെങ്കിൽ ആ പട്ടി എന്നെ കടിച്ചില്ലാതാക്കിയാണ്. ഞാൻ കുറച്ചിൽ കേട്ടായിരുന്നു. പിന്നെ വന്നിട്ട് എന്താണ്, ശ്രീകാര്യ തന്ന ആൾ വന്ന് എന്നെ എടുത്തു. എന്നിട്ട് നേരെ നമ്മൾ പോകുന്നത് അല്ലല്ല ശ്രീകാര്യത്ത് നിൽക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് ഈ പട്ടികടിയിൽ നിന്ന് രക്ഷപ്പെട്ട് നേരെ ശംഖുമുത്ത് പോയി വെയിറ്റ് ചെയ്തായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് ഈ പറഞ്ഞ ടൈമിൽ ഞാൻ ശ്രീകാര്യത്ത് വന്ന് ആളിനെ പിക്ക് ചെയ്തു നേരെ നമ്മളിവിടെ എല്ലാവരുടെ അടുത്തും പറഞ്ഞിരുന്നത് നമ്മൾ, അതായത് ഇവളെ എടുത്തു കഴിഞ്ഞ ഉടനെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു. എൻ്റെ ഫോണും സ്വിച്ച് ഓഫ് ചെയ്തു നേരെ വന്നിട്ട് നമ്മൾ എങ്ങോട്ടൊന്നും ഒരു വണ്ടി അങ്ങ് കൊണ്ടങ്ങ് പോയി നേരെ ആലപ്പുഴയാണ് റൂം എടുക്കുന്നത്. പക്ഷേ ഇന്നും വീട്ടുകാർക്ക് അന്ന് നമ്മൾ ഇങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഫോൺ ഓണാക്കിയപ്പോൾ വീട്ടുകാരുടെ അടുത്തൊക്കെ പറഞ്ഞിരുന്നത് നമ്മൾ തൃശ്ശൂറാണ് ഉള്ളത് എന്നാണ് പറഞ്ഞിരുന്നത്. കാരണം സ്റ്റേഷനിൽ നിന്ന് വിളി വന്നിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ ഫോൺ ഓണാക്കിയപ്പോൾ തന്നെ. നമ്മൾ പിന്നെ നൈറ്റ് ആലപ്പുഴ ബീച്ചിലൊക്കെ പോയിരുന്നു. ഫോൺ ഓണാക്കിയപ്പോഴാണ് അതിൽ കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറഞ്ഞായിരുന്നു സ്റ്റേഷനിൽ ഹാജരാവണമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് തന്നെ രാവിലെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഇങ്ങോട്ട്. ഇതിൻ്റെ ഇടയിൽ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വിളിക്കുന്നുണ്ട്. അങ്ങനെ നേരെ നമ്മളിവിടെ സ്റ്റേഷനിൽ വന്നപ്പോഴത്തേക്കും ചെന്നുടനെ ഇവളെ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചു. അത് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു. അവരെയും വീട്ടിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നു. അവിടുത്തെ SI ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് ഇറങ്ങി വീട്ടുകാരോടെ തിരിച്ചു പോകും, അവർ നല്ല രീതിയിൽ കല്യാണം നടത്തി തരുമെന്നൊക്കെ പറഞ്ഞു. ആരെ കൂടെ പോകണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഇതേപോലെ ഇക്കടെ കൂടെ പോയാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അങ്ങനെ പോലീസുകാർ ഈ വീട്ടുകാരെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് പോലീസുകാരാണ് നമ്മളെ അനുഗ്രഹിച്ച് വിട്ടത്. രണ്ടുപേരും പോയി നല്ല രീതിയിൽ ജീവിക്കണം. അവർ പറഞ്ഞ അനുഗ്രഹം കറക്റ്റ് തന്നെ. രണ്ടുപേരും ഇതുവരെ ജീവിതത്തിൽ കുഴപ്പമില്ലാതെ പോവുകയെന്നെ, ചിക്ലി വരാല്ലാതെ ജീവിതത്തിൽ ഇതുവരെ ഒരു കുഴപ്പമില്ല. ചെറിയ അടിയൊക്കെ ബഹളമൊക്കെ ഉണ്ടാവും എന്നല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇതുവരെയും. പിന്നെ നമ്മൾ റെന്റിന് വീടെടുത്ത് താമസിച്ചു. ഈ വന്നത് ഞാൻ 10 ദിവസത്തേക്കാണ്. അതായത് ഇവളെ വിളിച്ചോണ്ട് പോകാനായിട്ട് മാത്രം വന്നതാണ്. അപ്പോൾ പോലീസുകാർ ചോദിക്കുകയും ചെയ്തു, ഇതിന് വേണ്ടിയിട്ട് മാത്രമാണോ നീ വന്നതെന്ന് ചോദിക്കുകയും ചെയ്തു. ഞാൻ പറഞ്ഞു അതെ, ഇതിന് വേണ്ടിയിട്ട് മാത്രമാണ് വന്നത്. കാരണം ആ സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും അറിയത്തില്ല. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഇങ്ങനെ പോകാമെന്ന് തീരുമാനം എടുത്തു. അങ്ങനെ വിളിച്ചുകൊണ്ട് പോയതാണ്. അപ്പോൾ 10 ദിവസത്തേക്കാണ് വന്നിരുന്നത്. അത് കഴിഞ്ഞ് ഉടനെ ഞാൻ തിരിച്ചു പോയി. അതുവരെ ഇവള് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് നിന്നത്. 2 മാസം അങ്ങനെ നിന്നു. അപ്പോഴത്തേക്കും പിന്നീട് ആള് ഗൾഫിൽ നിന്ന് വന്ന് വീണ്ടും പോയി. ഈ 1 മാസം ആകുമ്പോഴത്തേക്ക് എൻ്റെ ലീവ് അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ലീവ് എടുത്ത് ഞാൻ വീണ്ടും തിരിച്ചു വന്നു. പിന്നെ വന്നിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നപ്പോൾ ആളിന് വേറൊരു പണി കിട്ടുന്നുണ്ട്. അത് അടുത്ത വീഡിയോയിൽ പറയാം. അത് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് പറഞ്ഞാൽ വിശ്വസിക്കുമെന്തോ, എനിക്കതിൽ വിശ്വാസമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ഒരു സംഭവം എനിക്ക് വിശ്വാസമൊന്നുമില്ല. പക്ഷേ വീഡിയോ ഒക്കെ എടുത്ത് കാണിച്ചപ്പോൾ പേടിച്ചു പോയി. സംഭവം നടന്നിട്ടുണ്ട്. അതായത് നമ്മളെ ഒരു പ്രേതം കൂടിയിട്ടുള്ള ഒരു കഥയൊക്കെ ഉണ്ട് ആളിൻ്റെ ലൈഫിൽ. അതിൽ നല്ലൊരു പണി തന്നെയാണ് കിട്ടിയത്. അതൊക്കെ പിന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോയി. പിന്നെ ആൾ ഗൾഫിൽ നിന്ന് വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഇതേപോലെ ഒരു വാടക വീടെടുത്ത് താമസിച്ച് അങ്ങനെ ഒരു 2 മാസം താമസിച്ചല്ലേ. 2 മാസം താമസിച്ചതിന് ശേഷം ആളുടെ വീട്ടിൽ നിന്ന് വിളി വന്നു, ഇതേപോലെ ഇങ്ങനെയൊന്നും താമസിക്കണ്ട, വീട്ടിൽ വന്ന് 2 പേരും താമസിക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ 2 പേരും ഗൾഫിൽ പോണതിന് 2 ദിവസം മുന്നേ ആയിട്ട് ആളുടെ വീട്ടിലോട്ട് മാറി. പിന്നീട് എന്നെ ആ വീട്ടിൽ നിർത്തിയിട്ട്, ആളുടെ കുടുംബ വീട്ടിൽ നിർത്തിയിട്ടാണ് ഗൾഫിലോട്ട് പോകുന്നത്. ആളുടെ വീട്ടിലാണ് നിന്നത്. അപ്പോഴും എൻ്റെ വീട്ടിൽ നിന്ന് ആരും എടുക്കുകയൊന്നുമില്ല. വിളിക്കൂലെന്ന് പറയുന്നില്ല, ഉമ്മ വിളിക്കും. പക്ഷെ വാപ്പ ഇല്ലാത്ത സമയത്ത് മാത്രം ഉമ്മ വിളിക്കും. പിന്നീട് ഒരു 6 മാസം കഴിയുമ്പോൾ തന്നെ വീട്ടുകാരൊക്കെ പതുക്കെ വീട്ടുകാരായിട്ടൊക്കെ അടുക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി. പിന്നെ വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകാൻ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ലവ് സ്റ്റോറി. ഇത് ഒളിച്ചോടുന്നത് വരെ ഉള്ളത്, ഒളിച്ചോടി ഇങ്ങനെ വീട്ടിൽ കയറുന്നത് വരെ ഉള്ളത്. ബാക്കി അടുത്തതിൽ എപ്പോഴെങ്കിലും അടുത്ത പാർട്ടായിട്ട് എങ്ങാനും നമ്മൾ പറയാം.
പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷനിൽ പോകുന്നത്. ഇതൊക്കെ പേടിയുണ്ടായിരുന്നു കേട്ടോ. നമ്മളിനി വീട്ടുകാർ വന്ന് കരങ്ങാണിക്കുമ്പോൾ അവരെ കൂടെ പോയി അങ്ങനെ ഒരു പേടിയുള്ളായിരുന്നു. അല്ലാതെ സ്റ്റേഷനിൽ പോകുന്നതിലൊന്നും പേടിയൊന്നുമില്ലായിരുന്നു. എവിടെ പോകുമ്പോൾ പിന്നെ കാല് മാറി കഴിഞ്ഞിട്ട് ഇടി കിട്ടുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ ഒന്നും പേടിയായിട്ടില്ലായിരുന്നു. പിന്നെ പോലീസുകാർ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ ഇപ്പോൾ 10 ദിവസത്തേക്കല്ലേ വന്നത്, അപ്പോൾ ഈ 10 ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും എന്ന്, ഈ 10 ദിവസവും നീ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 10 ദിവസം എൻ്റെ കൂടെ തന്നെ കാണും ആൾ, അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിലോ എവിടെയെങ്കിലും ഞാൻ നല്ലൊരു സ്ഥലത്ത് നിർത്തിയിട്ട് പോവും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഇവളെ ഒരു കൂട്ടുകാരുടെ വീട്ടിൽ നിർത്താമെന്ന് പറഞ്ഞ് അവർ തന്നെ പറഞ്ഞിട്ട് നമ്മളവിടെ പോയി നിന്നത്. അവളെ അവിടെ നിർത്തിയിട്ട് ഞാൻ പോവുകയാണ് ചെയ്തത്. ഇതൊക്കെയാണ് നമ്മുടെ ലവ് സ്റ്റോറി ആയിട്ട് പറയാനുള്ളത്. ഈ പറഞ്ഞതെല്ലാം ഇപ്പൊ എന്റെ വീട്ടുകാരായാലും ഇവളെ വീട്ടുകാരായാലും ആദ്യമായിട്ട് ആയിരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ വള്ളി പിടിക്കുമെന്ന് അറിഞ്ഞുകൂടാ, എന്നാലും അങ്ങ് പറയാന്ന് വിചാരിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ജീവിതം ഇപ്പൊ ഓപ്പൺ ആയിട്ട് അങ്ങ് കാണിച്ചു പോവുകയാണ്. നമ്മളെന്തായാലും തുറന്നെല്ലാം വീഡിയോയിലൂടെ എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ളത് പറഞ്ഞങ്ങ് പോവുകയാണ്, അത്രേ ഉള്ളൂ. ഇതൊക്കെയാണ് ലൈഫിൽ നടന്നിട്ടുള്ളത്. നമ്മുടെ സ്റ്റോറി ഇങ്ങനെയൊക്കെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്നും അറിയത്തില്ല. ഇനിയും പറയാനുണ്ട്. മറ്റേ ബിസിനസ് തുടങ്ങിയതും ആദ്യമായിട്ട് തുടങ്ങിയതും എടുത്തതൊക്കെ നമ്മൾ പറയാനുണ്ട്. പറയാൻ ഇനി തോന്നുന്നുണ്ട്, അത് വഴിയേ നമുക്ക് നോക്കാം, പറയാം. എന്തായാലും ഈ വീഡിയോ കണ്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം.